ആദ്യമായിട്ട് ഈ അവസരം ഈ രണ്ട് കാർട്ടൂണിസ്റ്റുകൾക്കായിട്ട് ഒരുക്കിയ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷനോടും ഇതിൻ്റെ സംഘാടകരോടും ഞാൻ നന്ദി പറയുന്നു. സാധാരണ കാർട്ടൂണുകളെക്കുറിച്ച് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നത് കാർട്ടൂണിസ്റ്റുകളെ ജയിലിലേക്ക് അയക്കുകയോ കാർട്ടൂണുകളെ നിരോധിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ്. അതിന് പകരം കാർട്ടൂണുകളെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറയാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. KVയെ ഓർത്തുകൊണ്ട് വേണം നമുക്കിത് തുടങ്ങാൻ. കാരണം ഒരുപാട് കാലം തൃപ്പൂണിത്തുറയിൽ താമസിക്കുകയും കാർട്ടൂണിന് ശേഷം വീണ്ടും അതിലും അതീവ ദീപ്തമായ ഒരു കലാരൂപമായ കഥകളി പാട്ടുമൊക്കെ അഭ്യസിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് KV. തൃപ്പൂണിത്തുറക്കാർക്കൊക്കെ KVയെ അറിയാം. KVയുടെ കാർട്ടൂണുകൾ KV അടക്കമുള്ള 2-3 കാർട്ടൂണിസ്റ്റുകളുടെ വർക്കാണ്. അതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ് നമ്മളിവിടെ കാണിക്കുന്നത്. വെറുതെ പുറകോട്ട് പോയി കുറേ കാർട്ടൂണുകൾ എന്തിനാണ് കാണുന്നതെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാം. ഇവിടെ അതിനൊരു യുക്തിയുണ്ട്. യുക്തി എന്താണെന്ന് വെച്ചാൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ലോകമൊട്ടാകെ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചിരപരിചിതമായ വളരെ സരളമായ ഈ വാർത്താ കാർട്ടൂൺ കല വളരെ സ്ഫോടനാത്മകമായി മാറാൻ തുടങ്ങിയിട്ടുണ്ട് ലോകത്തൊക്കെ. അതിനെക്കുറിച്ച് വേണ്ടത്ര ബോധ്യം നമുക്ക് വന്നു ചേർന്നിട്ടില്ല. പക്ഷേ താമസിയാതെ വരും. കാരണം ഇൻ്റർനെറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളുടെ ഇടയിലുള്ള ചെറുപ്പക്കാരെങ്കിലും കോമിക് ആർട്ടുകളുടെ പുതിയ ചലനങ്ങളും മാറ്റങ്ങളും ഒക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കലാരൂപം, ഒരു ജനകീയ കലാരൂപം മാറാൻ ആരംഭിക്കുമ്പോൾ ആ മാറ്റങ്ങൾ താൽക്കാലികമാണോ നീണ്ടു നിൽക്കുന്ന മാറ്റങ്ങളാണോ ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പപ്പണി, ഒരു വഴി പുറകോട്ട് പോയിട്ട് പുറയിലെവിടെയെങ്കിലും ഈ മാറ്റങ്ങളുടെ ദിശാസൂചനകളുണ്ടോ എന്ന് നോക്കുകയാണെന്നാണ് പറയുന്നത്. ഇത് കലാചരിത്രകാരന്മാർ പറയുന്നതാണ്. ആർതർ കെസ്ലർ എന്ന ഈ 60-70 കാലത്തൊക്കെ ധാരാളം എഴുതിയിരുന്ന, കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ അത്യാവശ്യം ചൊടിപ്പിച്ചുകൊണ്ട് എഴുതിയിരുന്ന, ഡാർക്ക്നെസ് അറ്റ് നൂണൊക്കെ എഴുതിയിരുന്ന അദ്ദേഹം എഴുതിയ ആക്ട് ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആക്ട് ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ സർഗപ്രക്രിയയെക്കുറിച്ച് എഴുതിയതാണ്. ശാസ്ത്രത്തിൽ, സാഹിത്യ കലാരൂപങ്ങളിൽ, നർമ്മത്തിൽ, ഇങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് ഒരു ട്രിപ്റ്റിക്കായിട്ട് മനുഷ്യൻ്റെ സർഗജീവിതത്തെ കണ്ടിട്ട് ഇതിലൊക്കെ പൊതുവായിട്ട് എന്തെങ്കിലും തത്വങ്ങളുണ്ടോ, പ്രമാണങ്ങളുണ്ടോ, ഇതിലെ മാറ്റങ്ങളുടെ പിന്നിലുള്ള യുക്തി എന്താണെന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു പുസ്തകമാണത്. ഒരു കാലത്ത് അത് വളരെ പേര് വായിക്കുകയും ഉദ്ധരിക്കുകയൊക്കെ ചെയ്തൊരു പുസ്തകമാണ്. അതിൻ്റെ അകത്ത് പറയുന്നൊരു ചെറിയ തത്വം, സ്ഥായിയായ മാറ്റങ്ങൾ, ഒരു മാറ്റം നീണ്ടു നിൽക്കുകയും ഒരു കലാരൂപത്തിൻ്റെ പരിണാമമായിട്ട് ഭവിക്കുകയും ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇവിടെ നിന്നുള്ള മുന്നോട്ട് കുതിപ്പല്ല, ഇവിടുന്ന് സ്വല്പം പുറകോട്ട് പോയതിന് ശേഷം ഉണ്ടാകുന്ന കുതിപ്പാണെന്നാണ്. ഡ്രോ ബാക്ക് ടു ലീപ്പ് എന്നാണ് കെസ്ലർ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത്, വായിച്ചത്. അങ്ങനെ ഒന്ന് ഈ നമ്മളിവിടെ കാണിക്കുന്ന 3 കാർട്ടൂണിസ്റ്റുകൾ 60-70കളിൽ പ്രബലരായി വരച്ച 3 കാർട്ടൂണിസ്റ്റുകളുടെ വർക്കിൽ നമുക്ക് ഇന്ന് നമ്മൾ കാണാനിരിക്കുന്ന വലിയ മുന്നേറ്റത്തിൻ്റെ ദിശാസൂചനകളുണ്ടെന്ന് എനിക്കും ഗോകുലിനും പലവട്ടം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് തോന്നിയിട്ടുണ്ട്. ആ പ്രേരണ കൊണ്ടാണ് ഞങ്ങളിങ്ങനൊരു അവതരണം ഇവിടെ നടത്തുന്നത്. ഞാൻ ആദ്യത്തെ കുറച്ച് കാർട്ടൂണുകൾ കാണിക്കാം. ഇപ്പം KV വരച്ച ഒരു ലക്ഷണയുക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ കാർട്ടൂൺസ്, എഡിറ്റോറിയൽ കാർട്ടൂൺസ് വരയ്ക്കുന്ന ആളായിരുന്നു KV. ഈസ്റ്റേൺ ഇക്കോണമിസ്റ്റ് എന്നൊരു പത്രത്തിൻ്റെ 1ാമത്തെ പേജിൽ എല്ലാ ആഴ്ചയും അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകൾ കണ്ടിട്ടുണ്ട്. മറ്റ് പലയിടത്തും വരച്ചിട്ടുണ്ടാവും, അത് ഞാൻ കണ്ടിട്ടില്ല. ഞാനൊക്കെ കണ്ടു തുടങ്ങുന്നത് ഈസ്റ്റേൺ ഇക്കോണമിസ്റ്റിൻ്റെ 1ാം പേജിലാണ്. അത് ഹിന്ദുസ്ഥാൻ ടൈംസ് ഗ്രൂപ്പ് ഇറക്കിയിട്ടുള്ള സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരു പരിമിത സർക്കുലേഷൻ മാത്രമുള്ള ഒരു വാരികയായിരുന്നു ഈസ്റ്റേൺ ഇക്കോണമിസ്റ്റ്. V. ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ് പ്രശസ്തനായ ഒരു എഡിറ്ററായിരുന്നു. പിന്നീട് സ്വാമിനാഥൻ സയ്യർ അതിൻ്റെ എഡിറ്ററായി. അവരൊക്കെ ഉള്ള കാലത്ത് എല്ലാ ലക്കത്തിലും കവർ പേജിൽ കാർട്ടൂണാണ്. അത് വരച്ചിരുന്ന KV ആണ്. ഏതാണ്ട് അത്തരം ഒരു കാർട്ടൂണാണ് ഇവിടെ. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ അതിന് തൊട്ട് മുന്നുള്ള കാലത്ത് തന്നെ നമ്മുടെ അടിസ്ഥാന സ്വാതന്ത്ര്യം, മൗലികാവകാശങ്ങൾ, 19 ഇതൊക്കെ
ആർട്ടിക്കിൾ 19 അതൊക്കെ അതിൻ്റെ മൗലികാവകാശങ്ങൾക്കെതിരെ പകരം വയ്ക്കാൻ 20 പരിപാടി മുന്നോട്ട് വയ്ക്കുന്ന സർക്കാരിൻ്റെ കൗശലത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാർട്ടൂണാണിത്. അപ്പം ഇത്തരം കാർട്ടൂണുകൾ വരച്ചിരുന്ന KV പിന്നീട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് സ്ട്രിപ്പ് കാർട്ടൂണിസ്റ്റായിട്ടാണ്. ഒറ്റ സ്ട്രിപ്പ് കാർട്ടൂണിസ്റ്റുകളല്ല, സ്ട്രിപ്പ് കാർട്ടൂണിൻ്റെ ഒരു സംഗ്രഹം തന്നെ അദ്ദേഹം ഇറക്കി 70 കാർട്ടൂണുകൾ വെച്ചിട്ട്. അത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വെറുതെ ഒറ്റ സ്ട്രിപ്പ് കാർട്ടൂൺ വരയ്ക്കുന്നതിന് പകരം ആ കാർട്ടൂണുകൾക്ക് മൊത്തം ഒരു കഥാപരിസരം ഉണ്ടാക്കുകയും ഒരു അലിഗറിക്കലായിട്ടൊരു സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ പുറകോട്ട് പോയി മുന്നോട്ട് പോകുമ്പോൾ പുതിയ കാർട്ടൂണുകളിൽ നമ്മൾ തെളിഞ്ഞു വരുന്ന ഒരു പ്രധാന ലക്ഷണം KVയുടെ ഈ കാർട്ടൂണിൽ കാണാം. ആ ലക്ഷണം കാർട്ടൂൺ കഥ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. 21-ാം നൂറ്റാണ്ടിലെ കാർട്ടൂൺ കഥ പറയും. ഇതുവരെയും കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥ ഇനി ഇതുവരെ കാണാത്ത രീതിയിൽ, കാണാത്ത കൗശലത്തോടെ 21-ാം നൂറ്റാണ്ടിലെ കാർട്ടൂണുകൾ, ഒറ്റ കാർട്ടൂണുകൾ പോലും കഥ പറയും. അപ്പം അതിൻ്റെ ലക്ഷണം ഒരു നേരത്തെ നമ്മൾ കാണുന്ന ഒരു ലക്ഷണം KVയിൽ കാണാം, ഇനി നമ്മൾ അബുവിൽ കാണാം, അരവിന്ദനിലും കാണാം. ഈ 70 കാർട്ടൂണുകളുടെ സംഗ്രഹത്തിൽ അക്കാലത്തുള്ള തലസ്ഥാനത്ത്, അതായത് ഡൽഹിയുടെ ജീവിതത്തിൻ്റെ 3 പ്രധാന പ്രമേയങ്ങളാണ് ഉള്ളത്. പദയാത്ര അക്കാലത്ത് തുടങ്ങിയതാണ് ഈ പദയാത്ര എന്ന് പറയുന്നൊരു പ്രതിഷേധ പ്രകടനം. പിന്നെ കുടുംബാസൂത്രണത്തെക്കുറിച്ചുള്ള അക്കാലത്തെ കുറേ അതിൻ്റെയും പ്രചരണത്തെക്കുറിച്ചാണ് അദ്ദേഹം വരച്ചിട്ടുള്ളത്. പിന്നീട് ഈ PNT, നമ്മുടെ തപാൽ പോസ്റ്റൽ വകുപ്പിൽ എപ്പോഴും വൈകി വരുന്ന കത്തുകളും കമ്പിയെക്കുറിച്ചുമൊക്കെയുള്ള ചില കാർട്ടൂണുകൾ. ഈ രണ്ടാമത് പറഞ്ഞത് മൈഗ്രൻ്റ് ആയിട്ടുള്ള കാർട്ടൂണിസ്റ്റ് അടക്കമുള്ള ഒരു നഗരവാസികളിൽ ഡൽഹിയിൽ മിക്കവാറും എല്ലാവരും മൈഗ്രൻസാണ്. അപ്പോൾ ആ മൈഗ്രൻസിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് PNTയും റെയിൽവേയും. കാർട്ടൂണിസ്റ്റുകൾ മിക്കവാറും എല്ലാവരും റെയിൽവേ ബജറ്റിനെ കുറിച്ചാണ് ബജറ്റിനേക്കാളും കൂടുതൽ കാർട്ടൂണുകൾ വരച്ചിട്ടുള്ളത്. അതിനൊരു പ്രധാന കാരണം അവരൊക്കെ മൈഗ്രൻസാണ്. അവർ ഡൽഹിയിൽ എത്തിക്കുന്നതും അവരെ വല്ലപ്പോഴും വീട്ടിലേക്ക്, കേരളത്തിലേക്കോ മദുരാശിയിലേക്കോ ഒക്കെ തിരിച്ചു കൊണ്ടുപോകുന്നതും തീവണ്ടിയാണ്. അപ്പം അങ്ങനത്തെ ഒരു ബന്ധവും ഒരു മൈഗ്രൻ്റിൻ്റെ കഥയോ അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ കാണുന്നത് സാധാരണ സ്ട്രിപ്പ് കാർട്ടൂൺ വരയ്ക്കുന്ന ഒരു സാമൂഹിക കാർട്ടൂണിസ്റ്റിനേക്കാളേറെ ഒരു പൊളിറ്റിക്കൽ മൈൻഡാണ് കാണുന്നത്. അതായത് നഗരത്തെക്കുറിച്ചെന്നതിനപ്പുറം തലസ്ഥാന നഗരത്തെക്കുറിച്ചാണ് വരയ്ക്കുന്നത്. അന്നത്തെ ഡൽഹി, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവൻ ഡൽഹി കേന്ദ്രീകൃത രാഷ്ട്രീയമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ ഇതിൽ കാണാം. വരയ്ക്കുന്നത് സ്ട്രിപ്പ് കാർട്ടൂൺ ആണെങ്കിലും ശരി, ഒറ്റ കാർട്ടൂൺ ആണെങ്കിലും ശരി, അതെല്ലാം ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുന്നത് കാണാം. ഇത്തരം ഒരു ഏകോപനമൊക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കഥ പറയുന്ന കാർട്ടൂണുകൾക്കുണ്ട്. അതിൻ്റെ ഒരു മുൻ ലക്ഷണമായിട്ട് ഇത് കാണണം. ഇവിടെ നമുക്ക് കുറച്ചുകൂടിയൊക്കെ പരിചയമുള്ള, ഇന്ത്യൻ എക്സ്പ്രസ് വായനക്കാർക്ക് പ്രത്യേകിച്ചും പരിചയമുള്ള അബു എബ്രാഹിമിൻ്റെ കാർട്ടൂണാണ്. പ്രത്യേകിച്ച് വിശദീകരണമൊന്നും ആവശ്യമില്ല. പക്ഷേ അബു നേരത്തെ പറഞ്ഞ ഈ തലസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം എന്നും ഇന്ത്യ ഒട്ടാകെയുള്ള വായനക്കാരിൽ എത്തിച്ച കാർട്ടൂണിസ്റ്റാണ്. RK ലക്ഷ്മണന് പോലും ഈ റീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ടൈംസ് ഓഫ് ഇന്ത്യക്ക് വെസ്റ്റിലും അത്യാവശ്യം നോർത്തിലും എഡിഷൻസ് ഉള്ളൂ. ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഇന്ത്യ ഒട്ടാകെ എഡിഷനുകളുണ്ടായിരുന്നു. അവിടെ എല്ലാവിടെയുള്ള വായനക്കാർ, ഇംഗ്ലീഷ് പത്ര വായനക്കാർ അബുവിൻ്റെ കാർട്ടൂൺ എന്നും കണ്ടിരുന്നു. ഈ കാണുന്ന പോലെ പ്രൈവറ്റ് വ്യൂ എന്ന് പേരിലുള്ള ഈ പോക്കറ്റ് കാർട്ടൂൺ ആഴ്ചയിൽ 6 ദിവസവും വന്നിരുന്നു, കൂടാതെ വലിയ കാർട്ടൂണുകൾ. അതും അബു അപ്പം നമ്മളിപ്പോൾ ടെലിവിഷനിലൊക്കെ ഒരു ആങ്കറിനെ പോലെ എന്നും തലസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു കമൻട്രി നമുക്ക് തന്നുകൊണ്ടിരുന്ന 2 കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത്. കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്തതില്ല. ഫ്രെയിം ഒരു തരം സിറ്റുവേഷനും അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയില്ല. വെറും ആങ്കറെ പോലെ 2 പേര് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെ കാർട്ടൂൺ ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെട്ട് ഡൽഹിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചു. 2 പേരും രാഷ്ട്രീയക്കാരുമായിരുന്നു. പിന്നീട് ഈ വലിയ കാർട്ടൂണുകളിൽ ആ കാലത്തിൻ്റെ ഏറ്റവും പ്രധാന കഥാപാത്രമായ ഇന്ദിരാഗാന്ധി അബു വരയ്ക്കുന്നത്. അബുവിൻ്റെ സമകാലികരായിട്ടുള്ള OV വിജയനും രജീന്ദ്രപുരിയും ലക്ഷ്മണനും ഒക്കെ ഇന്ദിരാ കേന്ദ്രീകൃത രാഷ്ട്രീയം വരച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ കാണാത്ത ചിലത് അബു ഇന്ദിരയുടെ ചുറ്റും കണ്ടു. ഇതുപോലും ഇന്ദിരാഗാന്ധി മാത്രമല്ല ഫ്രെയിമിലുള്ളത്. കരുണാനിധി ആ മൂലയ്ക്ക് ഇരുന്ന് നോക്കുന്നുണ്ട്, അവരെ വെല്ലുവിളിക്കുന്നുണ്ട്. അതായത് കേന്ദ്രീകൃത രാഷ്ട്രീയത്തിനുള്ള ഫെഡറൽ ചാലഞ്ച് അബു കാർട്ടൂണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇതുകൊണ്ട് സംഭവിക്കുന്നത്, അബുവിൻ്റെ കാർട്ടൂൺ നമുക്ക് കാണിക്കുന്നത്
ഒരു ഒറ്റ ബുദ്ധിയോടെ നീങ്ങുന്ന കാർട്ടൂണിസ്റ്റിനല്ല, ഒരു വിശാലമായ വലിയ പരപ്പും ആഴത്തോടും കൂടി രാഷ്ട്രീയത്തെ കണ്ട ഒരു കലാകാരനാണ്. അതൊന്നും കാണാം. ആ സിൻഡിക്കേറ്റിലെ അംഗങ്ങളാണ് ഇന്ദിരാഗാന്ധി അവരെ വെല്ലുവിളിക്കുന്നതാണ്. കാമരാജ്, നിജലിംഗപ്പ. വരയുടെ അസാമാന്യ പാഠവും കൂടി കാണാം കാരിക്കേച്ചറിൻ്റെ. ഒരുപാട് മുഖ്യമന്ത്രിമാർ അന്നത്തെ ജ്യോതി ബാസു, NT രാമറാവു, MGR, രാമകൃഷ്ണ ഹെഗ്ഡെ. അതിൻ്റെ ഇടയ്ക്കൊരു മര്യാദക്കാരനായ വിദ്യാർത്ഥിയെ പോലെ പ്രണാബ് മുഖർജി ഒരു മൂലയ്ക്ക് ഇരിക്കുന്നതും കാണാം. ദേവരാജ് അറസ്, DK ബറുവ. അദ്ദേഹത്തെ ചരിത്രം അറിയുന്നത് അടിയന്തരാവസ്ഥക്കാലത്ത് അദ്ദേഹം പറഞ്ഞ ഒരു ഒറ്റ വാചകം കൊണ്ടാണ്, ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ എന്ന് വളരെ സരളമായിട്ട് പറഞ്ഞു. ഇത് ഒരു പ്രസിഡൻറ്റിനെ കാർട്ടൂണിൽ വരച്ച് കമൻറ്റ് ചെയ്യുന്നൊരു അപൂർവ കാർട്ടൂണാണ്. അടിയന്തരാവസ്ഥക്കാലത്ത്, അടിയന്തരാവസ്ഥ തുടങ്ങി 6 മാസത്തിനകത്ത് വന്നൊരു കാർട്ടൂണാണ്, ഡിസംബറിൽ വന്ന കാർട്ടൂണാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇത് ബാബറി മസ്ജിദിൻ്റെ ഡിമോളിഷന് ശേഷം, മസ്ജിദ് തകർന്നതിന് ശേഷം അബു റിട്ടയർ ചെയ്ത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന കാലത്ത് വരച്ചയച്ച കാർട്ടൂണാണ്. പിന്നീട് ഈ വിശാലമായ കാഴ്ചപ്പാട് പോലെ തന്നെ ലോക രാഷ്ട്രീയത്തോടും വിദേശ രാജ്യങ്ങളോടും വിദേശ നയത്തോടും ഒക്കെ കാർട്ടൂണുകളെ ബന്ധപ്പെടുത്തിയാണ് അബു നീങ്ങിയത്. ഇവിടെ നിക്സണയും കലിയുഗവുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ വരയ്ക്കാൻ വിയറ്റ്നാം കാലത്ത് വരച്ചൊരു വലിയ കാർട്ടൂൺ. അരവിന്ദനെക്കുറിച്ച് ഗോകുൽ സംസാരിക്കും. കാരണം ഗോകുൽ അരവിന്ദനെക്കുറിച്ച് പഠിക്കുകയും കാര്യമായിട്ട് പ്രബന്ധങ്ങൾ എഴുതുകയും പേപ്പറുകൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കോമിക് ആർട്ടിനെ കുറിച്ച് നല്ല അവഗാഹമുള്ള ഗോകുൽ ഇതിനെക്കുറിച്ച് സംസാരിക്കും. ചെറിയ മനുഷ്യരും വലിയ ലോകവും അരവിന്ദൻ 1961 ജനുവരി, അതായത് ഒരു റിപ്പബ്ലിക് പതിപ്പിലാണ് ആദ്യമായിട്ട് മാതൃഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന അവസാന പേജിൽ. അത് ഏകദേശം 13 കൊല്ലത്തോളം, ചിലപ്പോഴെല്ലാം ചെറുതായിട്ടൊക്കെ ചില ഡെഡ് ലൈൻ മിസ് ചെയ്തുകൊണ്ടും ഏകദേശം 13 കൊല്ലം തുടർച്ചയായിട്ട് അവസാന പേജിൽ മാതൃഭൂമിയുടെ വന്നിരുന്ന കാർട്ടൂണാണ്. കുറേ ആളുകൾ, എല്ലാവരും വായിച്ച ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും ഒരു 13 കൊല്ലം ഒരു സ്ട്രിപ്പ് പോവുക എന്ന് പറയുന്നത് കോമിക് സ്ട്രിപ്പിൻ്റെ ചരിത്രത്തിൽ അത്ര വലിയ കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ 50 കൊല്ലം ഒക്കെ നടന്ന സ്ട്രിപ്പുകളുണ്ട്. ഈവൻ പീനട്സൊക്കെ കുറേ കാലം എല്ലാ ദിവസവും വന്ന സ്ട്രിപ്പുകളുണ്ട്. പലപ്പോഴും സ്ട്രിപ്പുകൾ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറുകയും അന്ന് വരച്ച ആളുകൾ മാറി പിന്നെ വേറെ ആളുകൾ അത് വരയ്ക്കാൻ തുടങ്ങുകയും ക്യാരക്ടേഴ്സിനെ റീറ്റെയിൻ ചെയ്ത് മറ്റേ കലാകാരന്മാർ മാറുകയും പക്ഷേ അതൊരു ഒരു പ്രൊഡക്റ്റായിട്ട് മാത്രം നിലനിൽക്കുകയും ചെയ്യുന്ന കാലങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം 13, പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം അരവിന്ദൻ്റെ കോമിക് സ്ട്രിപ്പിനെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ള, നമുക്ക് കാണേണ്ട ഒരു സാധനം, ഒന്ന്, ഇത് 13 കൊല്ലത്തിൻ്റെ കേരള ചരിത്രത്തിൻ്റെ ഒരു മാറുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടിയാണെന്ന് മാത്രമല്ല, റെപ്രസെൻറ്റേഷൻ ആണെന്ന് ഞാൻ പറയാൻ കാരണം ഒരു നെഹ്റൂവിയൻ, പോസ്റ്റ് നെഹ്റൂവിയൻ ഒരു നേഷൻ ബിൽഡിങ്ങിൻ്റെ ഒരു അതിൽ നിന്ന് മാറിയിട്ട് പതുക്കെ അതിൽ നിന്നുള്ള ഡിജക്ഷൻസോ അതിൽ നിന്നുള്ള നമ്മൾ എവിടെയും എത്താതെ പോകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുടെ രൂക്ഷമായി വരുന്ന സാഹചര്യം, ഒരു റിസോഴ്സസിൻ്റെ സ്കേസിറ്റി, ആ സ്കേസിറ്റി ഉണ്ടാവുന്ന സമയത്ത് ചില പ്രത്യേക ആളുകൾ മാത്രം അത് ഒരു ഗ്രൂപ്പായിട്ട് മാറി അതിനെ ആക്സസ് ചെയ്യുന്ന ചില ഒരു സമ്പന്നരുടെ ഏകദേശം ഒരു കൂട്ടങ്ങൾ. അതായത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബ്ലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അടുക്കള ക്യാബിനറ്റിൻ്റെ സ്വഭാവമുള്ള, ഭാവിയിൽ കുറച്ചാളുകൾ മാത്രം കുറേ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, നിയന്ത്രിക്കുന്ന ചില ഒരു ക്ലിഷികളുടെ ഇടയിലേക്ക് പോകുന്ന ഒരു സമൂഹം. ശരി തെറ്റ് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യകാലത്ത് വ്യക്തമായ ബോധമുള്ള നായകനായ രാമുവിന് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ബ്ലറിങ് ഓഫ് ഇതിൻ്റെ ശരിയേത് തെറ്റേതെന്ന് വ്യക്തമല്ലാത്തൊരു സാഹചര്യങ്ങൾ പോലും ഉയർന്നു വരുന്ന, ഇങ്ങനെ കുറേ മാറുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ടാണ് നമുക്ക് കൂടുതൽ ഇതിനെ കാണാൻ കഴിയുന്നത്. അത് 13 കൊല്ലം ദൈനംദിന രീതി ഒരു ആഴ്ചയിൽ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും വരച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇതിൻ്റെ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എൻ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടു സംതിങ് ദാറ്റ്സ് ഹാപ്പനിങ്. പ്രോബബ്ലി നമ്മളതിന് എത്രോഗ്രാഫിക് ഡോക്യുമെൻ്റ് എന്നൊക്കെ വിളിക്കാമെങ്കിലും ഇതിനേക്കാൾ അപ്പുറത്ത് മലയാളി എങ്ങനെ ഈ കോമിക് സ്ട്രിപ്പിനെ സമീപിച്ചു എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്.
അത് ഒരു ലോക ചരിത്രത്തിലെ കോമിക്കുകൾ കണ്ടമാനം കോമിക്കുകളുണ്ടെങ്കിലും കാര്യമായിട്ടൊരു നറേറ്റീവ് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒരു വാക്വത്തിൽ നിന്ന് പുറത്ത് കടന്ന് സമയം അനുഭവ്യമാകുന്ന കോമിക്കുകൾ വളരെ കുറവാണ്. ഈവൻ നമ്മളെല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന കോമിക്സിലെല്ലാം ക്യാരക്ടേഴ്സിന് വലുതാവാനുള്ള അവസരം കൊടുക്കാതെ തീമാറ്റിക് സബ്സെറ്റ്സിലാണ് കോമിക് ഓടുന്നത്. അതായത് ഒരിക്കലും മാറാത്തൊരു സ്ഥലത്ത് ഒരിക്കലും മാറാത്ത കുറേ ക്യാരക്ടേഴ്സ്, പക്ഷെ അതിൻ്റെ തീമാറ്റിക് സബ്സെറ്റ്സ് മാറ്റി മാറ്റി വരച്ചിട്ടാണ് കാർട്ടൂണുകളിൽ സ്ഥിരത ഉണ്ടാക്കുന്നത്. അതുപോലെ മറ്റൊരു സ്ഥിരത എന്ന് പറയുന്നത് ദൈനംദിനം വായിക്കുന്ന ആളുകൾ ഇതിനോടുള്ള ഒരു റെസ്പോൺസും മാത്രമല്ല, ഇവരുടെ ഓർമ്മയിൽ എങ്ങനെയാണ് ഈ കാർട്ടൂൺ ഡെവലപ്പ് ചെയ്യണത് എന്നുള്ളതും കൂടിയാണ് കോമിക്സിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു വഴി. അതായത് ഈ വായനക്കാരനെ വിശ്വസിച്ച് വേണം കോമിക്സ് വരയ്ക്കാൻ. കാർട്ടൂണുകളിലും കോമിക്സിലും എല്ലാം വായനക്കാരനോടൊരു ഉടമ്പടി, നമ്മൾ അദൃശ്യമായൊരു ഉടമ്പടി വരച്ചാണ് എല്ലാ കാർട്ടൂണിസ്റ്റുകളും തുടങ്ങുന്നത്. കാരണം നിങ്ങൾ ദൈനംദിന ലോകം ഉണ്ടാക്കുന്ന ആ ദൈനംദിന ലോകത്തിലാണ് നിങ്ങൾ ഈ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്നത്. അത് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വായനക്കാരാണ്. അവരോടുള്ള ഒരു ഉടമ്പടിയിൽ നിന്ന് മാത്രമേ കാർട്ടൂണുകൾ വരയ്ക്കാൻ പറ്റൂ. വാക്വത്തിൽ കാർട്ടൂണുകൾ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇരിക്കുന്ന കാർട്ടൂൺ വരയ്ക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോടെയാണെങ്കിൽ എല്ലാവരും ഒരു ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തങ്ങളുടെ രീതിയും ശൈലിയും കൊണ്ട് മാത്രമല്ല, തങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു ലോകത്തിലാണ് ഈ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്നത്. ആ ലോകത്തിൽ നിന്നുകൊണ്ടുള്ള സംവാദമാണ് സത്യത്തിൽ ദൈനംദിന സംവാദമാണ് പലപ്പോഴും പൊളിറ്റിക്കൽ കാർട്ടൂൺ ആണെങ്കിലും കോമിക്സ് ആണെങ്കിലും കാർട്ടൂൺ സ്ട്രിപ്പുകളാണെങ്കിലും ഇപ്പോൾ ലോങ് നറേറ്റീവുകളായ ഗ്രാഫിക് നോവൽ എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന കോമിക്സ് ആയാലും എല്ലാം ഒരു അദൃശ്യമായ ഉടമ്പടിയിൽ നിന്ന് വരുന്നതാണ്. കാരണം ഒരു കോമിക്സിൻ്റെ ഒരു ഫുൾഫിൽ ചെയ്യുക എന്നുള്ളൊരു ഭാഗം എന്നുള്ളത് മീനിങ് മുഴുവനാക്കുന്നത് വായനക്കാരനാണ്. ദർ ഇസ് ടെക്സ്റ്റ്, ദർ ഇസ് ഇമേജ്, ദർ ഇസ് സൗണ്ട്, ദർ ഇസ് ഇൻറ്റൊനേഷൻ, ദർ ഇസ് ഹൗ യു ടെൽ എ സ്റ്റോറി ഫ്രം ഫ്രെയിം ടു ഫ്രെയിം. ഇതെല്ലാം നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും കൃത്യമായിട്ട് വരച്ചു ചേർക്കുന്നതിൽ പിന്നപ്പുറത്ത് ഇതെങ്ങനെ വായിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതിൽ അർത്ഥങ്ങൾ വരുന്നത്. സിനിമ പോലെ നമ്മൾക്കിങ്ങനെ നിരന്തരമായിട്ട് ഒരു പ്രത്യേക എന്താ പറയുക, ഒരു ആദ്യത്തെ സീൻ കഴിഞ്ഞ് അടുത്ത സീൻ പോലെ അതിനൊരു നമ്മളെ കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കോമിക്സിൻ്റെ ഗുണവും അതിൻ്റെ ലിമിറ്റേഷൻ എന്നല്ല, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പേപ്പറിൽ വരച്ച് വെച്ചിരിക്കുന്നതാണ്. വെൻ യു മൂവ് അക്രോസ് സ്പേസ്, യു മൂവ് അക്രോസ് ടൈം. ഒരാളിവിടെ നടക്കുന്നു, അവിടെ എത്തുന്നു, രാമ ഇവിടെ ലൈബ്രറിയിൽ പോകുന്നു, അവിടുന്ന് അടുത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു, ആഴ്ചയിൽ അവസാനത്തതിലൊരു ഒരു സംഭവം അവസാനിക്കുന്നു. അതായത് ഈ പുസ്തകത്താളിൻ്റെ സ്പേസിൽ കൂടി സമയത്തിൽ കൂടി കടന്നുപോയിട്ടാണ് നമ്മൾ ഈ കഥ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കോമിക്സിൻ്റെ അന്തർലീനമായ സ്വഭാവത്തിലുള്ള ഒരു കാര്യമായതുകൊണ്ട് മീനിങ് ജനറേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ വായനക്കാരൻ്റെ ഓർമ്മയിലും നമ്മൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഒരു കോമൺ കൾച്ചറിലും ഫീഡ്ബാക്കിലുമാണ് കഥ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അമേരിക്കയുടെ ഒരു പ്രശസ്തമായ ഒരു പുലിറ്റ്സർ കിട്ടിയ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. ജപ്പാനിലെ അയോജിമ എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്കയിലെ 6 പടയാളികൾ കൂടിയിട്ട് ഒരു അമേരിക്കൻ തിരിച്ചു പിടിച്ചപ്പോൾ, പസഫിക് ഐലൻഡ് തിരിച്ചു പിടിച്ചപ്പോൾ അവിടെ അമേരിക്കയുടെ കൊടി നാട്ടുന്ന 6 മെറീൻസിൻ്റെ ഒരു വിശ്വവിഖ്യാതമായ ഫോട്ടോ ഉണ്ട്. അത് പല സ്ഥലത്തും അത് റെപ്ലിക്കേറ്റഡ്. ഇറ്റ്സ് ഇൻ പോപ്പുലർ കൾച്ചർ, ഇറ്റ്സ് വെരി ഫേമസ് ഇൻ പോപ്പുലർ കൾച്ചർ. ഈ 2 ദിവസം മുമ്പ് ഒരു കാർട്ടൂൺ വന്നിരുന്നു. അതായത് മസ്ക് അവിടെ പോയിട്ട് ഈ 6 മെറീൻസിൻ്റെ അടുത്ത് നിന്നിട്ട് പറയണത് ഈ പണി ചെയ്യാൻ 6 മെറീൻസിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. വി ഷുഡ് കട്ട് ഡൗൺ പ്രോബബ്ലി ദിസ് ക്യാൻ ബി ഡൺ ബൈ 4 മെറീൻസ് ഓർ 3 മെറീൻസ്. അപ്പോൾ ഇതൊരു കോമൺ ഷെയർഡ് പോപ്പുലർ കൾച്ചറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലോ അല്ലെങ്കിൽ ഈ ഇമേജിൻ്റെ വിഷ്വൽ കൾച്ചറിലോ പ്ലേസ് ചെയ്തിട്ട് ഈ വായനക്കാരന് ഇത് മനസ്സിലാവുമെന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഈ കാർട്ടൂണിസ്റ്റ് കഥ ഈ ഒരു കാർട്ടൂൺ വരയ്ക്കുന്നത്. അതിൽ പൂർണ്ണമായി വായനക്കാരനെ വിശ്വസിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ബിക്കോസ് ഇമേജിന് വാക്കുകൾക്കും ഇതിൻ്റെ ഇടയിൽ കിടന്നുള്ള ഒരു സ്പേസിലാണ് ഈ മീനിങ് ഉണ്ടാകുന്നത്. അപ്പോൾ അരവിന്ദൻ ഇതിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഈ 2 പടങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അദ്ദേഹത്തിൻ്റെ രീതികൾ മാറുന്നു, എഴുത്തിൻ്റെ സ്വഭാവം മാറുന്നു, ഇമേജസിൻ്റെ പെർസ്പെക്റ്റീവ് മാറുന്നു, POV എന്ന് പറയുന്ന രീതി മാറുന്നു, കഥ പറയുന്ന ശൈലി മാറുന്നു.
ഇതെല്ലാം 13 കൊല്ലത്തിൽ നാച്ചുറലായിട്ട് വരുന്നതാണ്. മലയാളി എങ്ങനെ അത് വായിച്ചെടുത്തു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ്. മലയാളിയെ സംബന്ധിച്ചോളം ഇത് എല്ലാ ദിവസവും എനിക്ക് മനസ്സിലായത് എല്ലാ ആഴ്ചയിലും വരുന്ന ഒരു തുടർ നോവൽ പോലെയാണ് മലയാളി വായിച്ചത്. അതായത് എനിക്ക് നമ്മുടെ സീരിയലൈസ്ഡ് നോവൽ അപ്പോഴേക്കും ഓൾറെഡി മാതൃഭൂമി ആഴ്ച വകുപ്പിൽ വന്നുകൊണ്ടിരുന്ന കൃഷ്ണവാര്യർ പല ബംഗാളി നോവലുകൾ പോലും പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. മലയാളി അതിനൊരു എക്സ്റ്റൻഷൻ ഓഫ് നോവലായിട്ടാണ് വായിച്ചത്. അതായത് കാലത്തിനെയും സമയത്തിനെയും മനസ്സിലാക്കിക്കൊണ്ടാണ് വായിച്ചത്. അല്ലാതെ ഇതൊരു അന്ന് അവസാനിക്കുന്ന ഒരു കോമിക് സ്ട്രിപ്പ് ആയാൽ പോലും ഇതിനൊരു തുടർച്ചയായിട്ടാണ് വായിച്ചത്. 2 കാര്യങ്ങൾ കോമിക്സിലും കാർട്ടൂണിലും ഈ സ്വഭാവം കാണുന്നത്. എവിടെയാണ് ഈ കാർട്ടൂണുകൾ അല്ലെങ്കിൽ കോമിക്സുകൾ ഉണ്ടാവുന്നത് എന്നുള്ളത്, എവിടെയാണ് വേർ ഇറ്റ് ഇസ് പ്ലേസ്ഡ്. മാതൃഭൂമി അച്ചപ്പിൻ്റെ അവസാനത്തെ പേജ്. ലക്ഷ്മണാണെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ അതിൻ്റെ ഏറ്റവും താഴെ ഒരു പകുതിയിൽ മൂലയിൽ ലെഫ്റ്റ് എൻഡിലുള്ള സ്ട്രിപ്പ്. ഉണ്ണിയുടെ കാർട്ടൂണുകളാണെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആദ്യത്തെ തട്ടിൽ ഫ്രണ്ട് പേജിൽ പലപ്പോഴും ആങ്കർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലോട്ട് ചെയ്യപ്പെടുന്ന പല സ്ഥലങ്ങളിലും വരുന്ന കാർട്ടൂൺ. ഇങ്ങനെ ഈ എവിടെയാണ് ഒരു വായനക്കാരൻ രാവിലെ ആ സ്ഥലത്ത് പോയി തൻ്റെ ശീലം കൊണ്ടും ഓർമ്മ കൊണ്ടും ഈ കോമിക്കും കാർട്ടൂണും നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതാണ്. അത് ആ ഡെയിലി ആയിട്ട് കണ്ടുകൊണ്ട് വരുന്നൊരു ശീലവും കണ്ടിന്യൂറ്റിയാണ്. ഈ കണ്ടിന്യൂറ്റിയിലാണ് കഥ ഉണ്ടാകുന്നത്. നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ കോമിക് സ്ട്രിപ്പാണെങ്കിലും കാർട്ടൂണാണെങ്കിലും പൊളിറ്റിക്കൽ കാർട്ടൂണാണെങ്കിലും ഒരു ലോകം സൃഷ്ടിച്ച് ആ ലോകത്തിൻ്റെ ഉള്ളിലാണ് കഥ എല്ലാവരും പറയുന്നത്. ഉണ്ണിയുടെ കാർട്ടൂൺ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ചില എന്താ പറയുക പോലീസുകാരുടെ രൂപങ്ങൾ, തടസ്സപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില മാർച്ചുകളൊക്കെ നടക്കുമ്പോൾ തടസ്സപ്പെടുത്താൻ വെക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ചില ലൈറ്റുകൾ, ഡൽഹിയിലാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില സ്ട്രീറ്റ് ലൈറ്റുകൾ, കൽക്കട്ടയിലുള്ള ഒരു പോലീസുകാരനാണെന്ന് സംശയിപ്പിക്കപ്പെടുന്ന ഒരു തൊപ്പി ഒരു വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ഉപയോഗിക്കുന്ന ഒരു ട്രാഫിക് പോലീസുകാരൻ. ഇങ്ങനെ കുറേ ലോകമുണ്ടാക്കിയിട്ടാണ് എല്ലാ കാർട്ടൂണിസ്റ്റുകളും കഥ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോമിക് സ്ട്രിപ്പും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ഈ കോമിക് സ്ട്രിപ്പ്, കഥ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കാർട്ടൂൺ എന്നുള്ളത് സത്യം പറഞ്ഞാൽ വെറും കഥ പറച്ചിൽ മാത്രമാണെന്നുള്ളതാണ് ഫൈനലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പലരും പല രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ഇതൊരു കഥ പറച്ചിലാണ്. ഈവൻ നേരത്തെ ഞാൻ പറഞ്ഞ ആ മസ്കിൻ്റെ കാർട്ടൂൺ പോലും ഒരു കഥയാണ് പറയുന്നത്. അതിനെ ഒരു റെപ്രസെൻറ്റേഷൻ ഇമേജ് കൊണ്ടൊരു കഥ പറയാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ് വാസ് നോട്ട് ഒരു എപ്പിസോഡിക്കാണ് സ്വഭാവമെങ്കിലും ആൾക്കാർ കഥയായിട്ട് വായിച്ചു എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിച്ചപ്പോൾ സദാനന്ദ് മേനോൻ പറഞ്ഞൊരു വാക്കുണ്ട്, അരവിന്ദൻ വാസ കഥാകാരുകളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ ട്രഡീഷനിൽ ഇങ്ങനെ പറഞ്ഞുപോയ കഥകൾ പറഞ്ഞുപോയി ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ ഒരു ഡീടൂറൊക്കെ എടുത്ത് ആ കഥയൊക്കെ പറഞ്ഞ് തിരിച്ചു വന്ന് പിന്നെ ഒന്നും സംഭവിക്കാത്ത പോലെ മെയിൻ കഥ പിന്നെയും നടന്നുകൊണ്ടിരിക്കും. ഇത്തരം നോൺ ലീനിയർ കഥ പറച്ചിലിൻ്റെ സ്വഭാവം ഇന്ത്യയിൽ ഉണ്ടെങ്കിലും അരവിന്ദനിലാണ് അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ കഴിയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ പറയുന്നൊരു വാക്കുണ്ട്, ട്രൂമൻ കപ്പോട്ടേനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഓർമ്മയുടെ വലയങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഓർമ്മയുടെ വലയങ്ങൾ സത്യത്തിൽ റീഡറുടെ ഓർമ്മയുടെ വലയങ്ങളായിട്ടാണ് അരവിന്ദൻ കണ്ടെത്തുന്നത്. ഇറ്റ്സ് എ സർക്കുലർ സ്പൈറലിംഗ് നറേറ്റീവ്. ഇറ്റ് ഈസ് നോട്ട് എ ലീനിയർ നറേറ്റീവ്. ഇതിങ്ങനെ മുന്നോട്ട് പോകും തോറും തിരിഞ്ഞുകൊണ്ട് പിന്നെയും പഴയ ആളുകളെ കഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും 3 കൊല്ലം 4 കൊല്ലം കാണാതിരുന്ന ക്യാരക്ടേഴ്സ് ഒരു സുപ്രഭാതത്തിൽ തിരിച്ചു വരികയും അവരവരുടെ കാലത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും കൂടി അനുഭവിക്കുകയും ചിലർ നന്നാവുകയും ചിലർ മോശം കാലത്തിൽ കടന്നു പോവുകയും എല്ലാവരും തിരിച്ച് അതേ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന തൻ്റെ വായനക്കാരൻ്റെ ഓർമ്മയെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കഥാകാരന് മാത്രമാണ് ആ കഥ പറയാൻ സാധിക്കുക. ഉദാഹരണമായിട്ട് ഒരുപക്ഷെ ഇതേപോലെ കോമിക് സ്ട്രിപ്പിൽ ആളുകൾ ഏജ് ചെയ്തൊരു കോമിക് സ്ട്രിപ്പ് അരവിന്ദൻ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഗാസൽ നാലി എന്ന് പറഞ്ഞ ഫ്രാങ്കിങ് വരച്ചുകൊണ്ടിരുന്ന ഒരു കോമിക് സ്ട്രിപ്പിലാണ് ഇത് കണ്ടേക്കുന്നത്. അതായത് ഒരു ചെറിയ കുട്ടീനെ ഒരാൾക്ക് തൻ്റെ വീടിന് മുമ്പിൽ നിന്ന് കിട്ടുകയും ആ കുട്ടി അനാഥയായ ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി ആ കുട്ടി വേൾഡ് വാർ യുദ്ധത്തിന് പോയി തിരിച്ചു വരുന്ന ഒരു സ്റ്റോറിയാണ് ഗാസൽ നാലിയുടെ. പക്ഷേ ഇത്തരം കഥകൾ വളരെ ചുരുക്കമാണ് ലോക കോമിക്സിൻ്റെ ചരിത്രത്തിൽ പോലും. കഥ പറയാൻ ഇത്തരമൊരു സമയത്തിൽ മുന്നോട്ട് പോകുന്ന റിയൽ ടൈമിൽ മുന്നോട്ട് പോകുന്ന കഥ പറയുന്ന ഇത് വളരെ കുറവാണ്. ഒരു പക്ഷേ പിന്നെ ഉണ്ടായിട്ടുള്ളത് ലേറ്റർ ഓൺ നമ്മുടെ ട്രൂഡോൻ്റെ ഡ്രൂൺസ്ബറി എന്ന് പറയുന്ന കാർട്ടൂണിൽ മാത്രമായിരിക്കും ഒരു പക്ഷെ പിന്നെയും ഈ കഥ ഒരു ഇവോൾവിങ് നറേറ്റീവ് ഉണ്ടായിട്ടുള്ളത്. കാരണം നാഗപ്പൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട് ഈ കഥയിൽ. അദ്ദേഹം രാമു ജോലി ചെയ്തിരുന്ന ഒരു ഓഫീസിൽ ശിപായിയായി തിരുവിതാംകൂർ ഭാഗത്തുനിന്ന് വന്ന അദ്ദേഹം ശ്രീ പത്മനാഭൻ്റെ 4 ചക്രം എന്ന് വിശ്വസിച്ച് ജീവിച്ചു പോകുന്ന ഒരാൾ. അത് കഴിഞ്ഞ്
കൃത്യം 27 ഓഗസ്റ്റിൽ 67 വരുന്ന കാർട്ടൂണിൽ അദ്ദേഹം റിട്ടയർ ചെയ്യാൻ തയ്യാറെടുക്കുന്നൊരു സമയമാണ്. അത് കഴിഞ്ഞ് 69 ഒരു വലിയ സ്വാമി രാമു താമസിക്കുന്ന ഒരു ആ നഗരത്തിൽ വരികയും ആ സ്വാമി സത്യത്തിൽ നാഗാനന്ദ സ്വാമികളായിരുന്നു. ഈ പറഞ്ഞു ഈ വളരെ ലൗകികമായി ചക്രത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം വളരെ തിരിച്ചു വരുമ്പോഴേക്കും ഒരു സ്വാമിയായി മാറുകയും അവർ ഭയങ്കര ദിവ്യനാണെന്നൊക്കെ പറയുകയും ആളുകൾ ഇതിൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്യുന്നൊരു ക്യാരക്ടർ 2 കൊല്ലത്തിന് ശേഷം വളരെ ആകസ്മികമായിട്ട് അരവിന്ദ് ആർക്കും ഒന്നും ഒരു ഗ്യാപ്പ് തോന്നാത്ത രീതിയിൽ തിരിച്ച് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇതല്ലേ സത്യത്തിൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു സ്വഭാവം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊരു ഇറ്റ് ഈസ് നോട്ട് ഈവൺ ഇൻ ലീനിയർ നറേറ്റീവ്, ദിസ് ഈസ് കംപ്ലീറ്റ്ലി മെമ്മറി. ഇത്തരം കാർട്ടൂണുകൾ ഇതേപോലെ ഒരു എനിക്ക് തോന്നില്ല പബ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു ശരിയായ രീതിയിൽ നമ്മളിതിനെ സെലിബ്രേറ്റ് ചെയ്തില്ല എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. മലയാളത്തിൽ ഇതിൽ ഒരു 1973 അവസാനിച്ച കോമിക് സ്ട്രിപ്പ് 79 ബീസ് ബുക്സ് എന്ന് പറയുന്ന 4 യുവാക്കൾ കൂടി ഒരു പുസ്തകം ഇതിൻ്റെയൊക്കെ ശേഖരിച്ചൊരു പുസ്തകം ഇറക്കുന്നു. 2000 എണ്ണം അടിക്കുന്നു. അതിലൊരു 750 എണ്ണം കയ്യിൽ ബാക്കി വരുന്നു. ബാക്കി 1250 മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ ഒരു കോമിക് സ്ട്രിപ്പിനെ പുസ്തകമായും നോവലായിട്ടും വായിക്കാനുള്ള ആളുകൾ എങ്ങനെ വായിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അതൊരു പുസ്തകമായി തീരുന്നത്. ഞാൻ ഈ 1979 വന്ന പുസ്തകം 90കളുടെ തുടക്കത്തിലാണ് വായിക്കുന്നത്. അന്ന് ഞാൻ വിചാരിച്ചത് കഥയാണെന്നാണ്. എനിക്കിതൊരു മാതൃഭൂമി പതിപ്പിൽ ഇങ്ങനെ വന്നിരുന്ന ഒരു ഇൻഡിവിജ്വൽ സ്ട്രിപ്സായിട്ട് എനിക്ക് വായിക്കാൻ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ഒരു സീരിയലൈസ്ഡ് കഥയായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് തന്നെ 1996 DC ഇതേ ബീസ് ബുക്സിൻ്റെ അതേ പതിപ്പ് തന്നെ രണ്ടാമത് ഇറക്കുകയും അപ്പോഴേക്കും ഏകദേശം 25 കൊല്ലത്തിന് ശേഷം 23 കൊല്ലത്തിന് ശേഷം ആ പുസ്തകം പിന്നെയും വായിക്കപ്പെടുകയും പുതിയൊരു തലമുറയിലെ വായനക്കാർ വായിക്കുകയും അതിനുശേഷം ഇപ്പോൾ ഈ അടുത്ത് DC ബുക്സ് സമ്പൂർണ്ണ പതിപ്പായിട്ട് ഇതുവരെ വന്ന 650 പരം കാർട്ടൂണുകൾ കോമിക് സ്ട്രിപ്പുകൾ ഉൾപ്പെടുത്തിയ ഒരു വളരെ മനോഹരമായി ഉണ്ടാക്കിയൊരു കമ്പന്യമുണ്ട്. അതായത് 50 കൊല്ലത്തിന് ശേഷം 73 നിർത്തിയ ഒരു കോമിക് സ്ട്രിപ്പ് 50 കൊല്ലത്തിന് ശേഷം അതേ രസത്തോടുകൂടിയും അതേ ഇൻവോൾവ്മെൻറ്റോടുകൂടിയും നമുക്ക് വായിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും അത്തരമൊരു പബ്ലിഷിംഗ് ഹിസ്റ്ററി ഇത്തരം ഈ കാർട്ടൂണിന് നിലനിൽക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയോ എന്നുള്ളതിൽ എനിക്ക് പൊതുസമൂഹത്തിൽ അത്രത്തോളം ഉയർന്നു വന്നോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പക്ഷേ ഇറ്റ് ഈസ് എ പബ്ലിക്കേഷൻ ഹിസ്റ്ററി. 3 വ്യത്യസ്തമായ പുസ്തകങ്ങൾ 3 തലമുറകൾ വ്യത്യസ്തമായ രീതിയിൽ വായിക്കാൻ ഇടവുള്ള ഇതല്ല. ആദ്യത്തേത് തീർച്ചയായിട്ടും 79 വായിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി ആ കോമിക്കിനെ പറ്റിയിട്ട് താൻ വായിച്ച ഒരു കോമിക്സിൻ്റെ നല്ല ഓർമ്മയുണ്ടാവും. 96 അത് ആ വായിച്ച ആളുകളുടെ പ്രായം വേറെയാണ്, അവരുടെ ജീവിതാനുഭവങ്ങൾ മാറുന്നു. പക്ഷേ 2024 ആ പുസ്തകം വരുമ്പോൾ സമയത്ത് പുതിയൊരു വായനക്കാർ കോമിക്സ് എന്ന് പറയുന്ന മീഡിയത്തിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു പുതിയ തലമുറ അതിനെ വേറെ രീതിയിൽ വായിക്കുന്നു. അപ്പോൾ ഇത്രയും പുനർവായനകളും വ്യത്യസ്ത വായനകളും ഒരു പുസ്തകത്തിന് ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് അതൊരു വലിയൊരു സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലവട്ടം വളരെ കൗതുകത്തോടു കൂടിയും ആവേശത്തോടു കൂടിയും വായിക്കപ്പെട്ട ഒരു കോമിക് സ്ട്രിപ്പാണ് അരവിന്ദൻ ചെയ്ത കോമിക് സ്ട്രിപ്പ്. അതിൽ വായനക്കാരാണ് വായിച്ചതിനെ ഒരു നോവലിൻ്റെ വ്യാപ്തിയിലേക്ക് എത്തിച്ചത്. അങ്ങനെ തുടർ വായന നടത്താനുള്ളൊരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. രണ്ടശ പ്രസിദ്ധീകരിക്കുന്ന നോവലുകൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും കാമ്പിശ്ശേരി കരുണാകരനും NV കൃഷ്ണവാര്യരും ഒക്കെ പല വാരികകളിലും പ്രസിദ്ധീകരിച്ചിരുന്നു. തുടർന്ന് വായിക്കുക, ഒരാഴ്ചത്തെ ഗ്യാപ്പ് വെച്ച് വായിക്കുക, ഓർക്കുക, തുടരുക, ഇങ്ങനൊരു പാരമ്പര്യം വായനക്കാർക്കുണ്ടായിരുന്നു. അതുപോലെ വായിച്ചു തുടങ്ങിയ മാതൃഭൂമിയിലെ വായനക്കാർ വഴിയെ ഇത് ഒറ്റൊറ്റ കാർട്ടൂണുകൾ സ്ട്രിപ്പുകളല്ല, ഇതിൻ്റെ അകത്തൊരു കഥയുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ കഥ വായിച്ച് അതിനെ ഒരു നോവലിൻ്റെ വ്യാപ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. ഈ വായനാ സംസ്കാരമാണ് ഇപ്പോൾ നമ്മളുടെ കുട്ടികൾ കോമിക്സും കാർട്ടൂണും ഒക്കെ കാണുമ്പോൾ അവരുടെ അകത്തുള്ളത് ഈ സംസ്കാരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ശക്തമായ ദിശാസൂചനകൾ കോമിക്കും കാർട്ടൂണും ഈ കലകൾ എങ്ങോട്ട് പോകുന്നു എന്നിപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ സൂചനകളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ കാണുന്നത് ഇത്രയും കാലം കഴിഞ്ഞ് ഇപ്പോൾ പുതിയ കാർട്ടൂൺ വായനയിൽ ഈ കാണുന്ന ഇതേ സംസ്കാരമാണ്. അപ്പോൾ അവർ കോമിക്സ് ഒരുപാട് വായിക്കുന്ന ആൾക്കാരാണ് എൻ്റെ വാർത്താ കാർട്ടൂണുകൾ കാണുന്നത്. ധാരാളം വാർത്താ കാർട്ടൂണുകൾ വായിച്ച്
ചരിത്രവും രാഷ്ട്രീയവും ഒക്കെ പിൻപറ്റുന്ന ആൾക്കാരാണ് ഗ്രാഫിക് നോവലുകളും കോമിക്സും വായിക്കുന്നത്. ഇതിൻ്റെ ഒരു ഭേദബുദ്ധിയോടുകൂടിയല്ല കാർട്ടൂൺ വായന നടക്കുന്നത്. അതൊന്നുകൂടി ഉറപ്പിച്ച് പറയാനാണ്. ഇപ്പോൾ ഗോകുലൊക്കെ പറഞ്ഞ പോലെ മലയാളി ഇതിനെക്കുറിച്ച് ഈ പുസ്തകം ഇറങ്ങിയിട്ട് 2.5 മാസത്തോളമായി. മുഖ്യധാര ഇവിടെ സുഭാഷ് ചന്ദ്രൻ പോയെന്ന് തോന്നുന്നില്ല, മുഖ്യധാര മാധ്യമങ്ങളിൽ എവിടെയും ഇതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും വന്നിട്ടില്ല കേരളത്തിൽ. ഇത്രയേറെ പോപ്പുലറായിട്ടുള്ള ഒരു ക്രിയേറ്ററാണ്, ഫിലിം മേക്കറാണ്, കാർട്ടൂണിസ്റ്റാണ്. ഇങ്ങനെയൊരു പുസ്തകം സമ്പൂർണ്ണ പതിപ്പ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഇങ്ങനെയൊരു കമ്പൈലേഷൻ നടന്നിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. അത്രയും നന്നായി ഡിസൈൻ ചെയ്ത് രാമു അരവിന്ദൻ്റെ മകനും മറ്റ് ഭട്ടതിരിയൊക്കെ കൂടി ഇറക്കിയ പുസ്തകമാണ്. അതൊക്കെ ഒരു താൽക്കാലിക പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ വഴിയെ ഇൻ്റർനെറ്റ് വഴിയൊക്കെ നമ്മൾ ഈ മാധ്യമത്തിൻ്റെ പുതിയ സാധ്യതകൾ മനസ്സിലാക്കിയാൽ ആൾക്കാർ, ഒരുപാട് വായനക്കാർ പുതിയ കാർട്ടൂണിന് മലയാളത്തിൽ ഉള്ള ഇത്തരം എഫേർട്ടിന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് നിരാശയൊന്നുമില്ല.